ഹായ് ഓൾ, വെൽക്കം ടു ഐ പ്ലസ്. ഞാൻ അക്ഷര. നമ്മൾ ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ട ആദ്യം കുറച്ചൊരു ഇൻട്രഡക്ഷൻ പോലെ കുറച്ച് പാർട്ട് മനസ്സിലാക്കി. ഇന്ന് നമ്മൾക്ക് അദ്ദേഹവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് ടേംസാണ് ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ. എന്താണ് ഇതൊക്കെ തമ്മിലുള്ള ബന്ധം, വ്യത്യാസം എന്നൊക്കെ നമുക്ക് നോക്കാം. ഈ ഒരു ഇഡ്, ഈഗോ ആൻഡ് സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു ഡിവിഷൻ എങ്ങനെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ട്രക്ചറൽ മോഡൽ ഓഫ് ഹ്യൂമൻ സൈക്കി, മനുഷ്യൻ്റെ മനസ്സ്, അതിൻ്റെ ഒരു സ്ട്രക്ചറലായിട്ടുള്ള ഒരു മോഡലാണ് ഫ്രോയിഡ് എന്താ പറഞ്ഞത്, ഈ ഒരു ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ വെച്ചുകൊണ്ട് അദ്ദേഹം ഡിഫൈൻ ചെയ്തത്. അപ്പോൾ ഹി പ്രപ്പോസ് ദാറ്റ് പേഴ്സണാലിറ്റി ഹാസ് 3 കമ്പോണൻസ്. നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയുടെ അകത്ത് തന്നെ 3 കമ്പോണൻസ് ഉണ്ട്. ആരൊക്കെയാണ്? ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഈ ഇമേജസ് കാണുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിൽ അതിനെക്കുറിച്ച് കുറച്ച് ഐഡിയാസ് തോന്നിക്കാണും. നമുക്ക് വിശദമായിട്ടൊക്കെ നോക്കാം. ആദ്യം തന്നെ ഇഡിനെ നോക്കാം. കണ്ടോ, 2 കൊമ്പൊക്കെ വെച്ച് ഒരു വാലൊക്കെ വെച്ച് നിൽക്കുന്ന ഒരു ഫിഗർ. അപ്പോൾ എന്താണ് ഇഡെന്ന് മനസ്സിലാക്കാൻ ഈ ഒരു കുട്ടിയെ നോക്കിക്കും. കൊച്ചു കുട്ടികളുടെ ഒരു രീതി എങ്ങനെ? അവരെന്തെങ്കിലുമൊക്കെ ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കുകയാണോ? അല്ല, അവർക്ക് എപ്പോഴും എന്താ വേണം? പ്ലഷർ വേണം, സന്തോഷം വേണം, അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്പം കിട്ടണം, അല്ലേ? അപ്പോൾ അങ്ങനെ ആ രീതിയിൽ പ്രവർത്തിക്കുന്ന മനുഷ്യ മനസ്സിൻ്റെ പാർട്ടിനെയാണ് ഇഡ് എന്ന് പറയുന്നത്. മോസ്റ്റ് ബേസിക് പാർട്ട് ഓഫ് ദ പേഴ്സണാലിറ്റി. ഒരാൾ ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം രൂപപ്പെടുന്നത് ഈ ഒരു സംഗതിയാണ്. എന്ത്? ഇഡ് എന്ന് പറയുന്നത്. അൺകോൺഷ്യസ് ആൻഡ് ഓപ്പറേറ്റ്സ് അക്കോർഡിംഗ് ടു ദ പ്ലഷർ പ്രിൻസിപ്പിൾ. അപ്പോൾ ഇതിൻ്റെ പ്രവർത്തനം എങ്ങനെയാണ്? അൺകോൺഷ്യസ് ആണ്. ബോധ മനസ്സോടുകൂടി ഒന്നുമല്ലേ ഇഡ് പ്രവർത്തിക്കുന്നത്. വരും വരായികളെ കുറിച്ച് ഒന്നും തന്നെ ചിന്തിക്കില്ല. എങ്ങനെയാണ് വർക്ക് ചെയ്യുന്ന? പ്ലഷർ പ്രിൻസിപ്പിൾ. സന്തോഷം മാത്രം വരണം, ഉദ്ദേശിച്ച കാര്യങ്ങളെല്ലാം നടക്കണം. ആൻഡ് ദ ഡ്രൈവ് ടു അച്ചീവ് പ്ലഷർ ആൻഡ് അവോയ്ഡ് പെയിൻ. ഇതിന് എപ്പോഴും എന്താ വേണം? സന്തോഷം മാത്രം കിട്ടണം. സങ്കടമോ പ്രശ്നങ്ങളോ വേദനയോ ഒന്നും പാടില്ല. അങ്ങനെയുള്ള മനുഷ്യ മനസ്സിൻ്റെ പാർട്ടിനെയാണ് ഇഡ് എന്ന് പറയുന്നത്. പിന്നെ ഇഡെന്ന് കേൾക്കുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം? ഈ ഒരു ഇമേജ് ഓർത്ത് വെക്കണം. പിന്നെന്താണ്? വിചാരിക്കുന്ന കാര്യങ്ങൾ അപ്പം നടക്കണം. പ്ലഷർ പ്രിൻസിപ്പിൾ. ഇത്രയും കാര്യം ഓർത്ത് വെച്ചാൽ മതി. മലയാളത്തിൽ ഇത് എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്തതാണ് ഈഗോ. ഈഗോ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നിങ്ങൾ ഈ ഒരു പടത്തിലേക്ക് നോക്കിക്കേ, ഒരു കോൺഫ്ലിക്റ്റ് ആണല്ലേ. അപ്പോൾ ഒരു സൈഡിൽ നിന്ന് നെഗറ്റീവായിട്ടുള്ള എന്തോ ഒരു സംഗതി, ഇപ്പുറ സൈഡിൽ നിന്ന് പോസിറ്റീവായിട്ടുള്ള സംഗതി, ഇത് തമ്മിലുള്ള കോൺഫ്ലിക്റ്റും അത് തന്നെയാണ് ഈഗോ എന്ന് പറയുന്നത്. സാധാരണ നമ്മൾ പറയാറുണ്ടോ, അയാൾക്ക് ഭയങ്കര ഈഗോയാണ്. ആ ഈഗോ അല്ല ഉദ്ദേശിക്കുന്നത്. ഇത് നമ്മളുടെ പേഴ്സണാലിറ്റിയിലെ പാർട്ടായിട്ടുള്ള ഈഗോയാണ്. കമ്പോണന്റ് ദാറ്റ് മാനേജ് ദ കോൺഫ്ലിക്റ്റ് ബിറ്റ്വീൻ ദ ഇഡ് ആൻഡ് ദ കൺസ്ട്രെയിൻ ഓഫ് ദ റിയൽ വേൾഡ്. ഇഡിന് എന്താ വേണ്ടത്? എല്ലാം കിട്ടണം, പ്ലഷർ മാത്രം കിട്ടണം. അത് പ്രാക്ടിക്കലി പോസിബിൾ ആണോ? അല്ല. നമ്മളിപ്പോൾ എക്സാം എഴുതിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ എനിക്ക് തോന്നുവാണോ എനിക്ക് ചോക്ലേറ്റ് കഴിക്കാൻ പോകണം, അല്ലെങ്കിൽ പുറത്തോട്ട് ഇറങ്ങി ഓടണം. ഇഡ് അങ്ങനെ പറഞ്ഞാലും ഞാൻ അങ്ങനെ ചെയ്യത്തില്ല. കാരണം അവിടെ ആര് പ്രവർത്തിക്കും? എൻ്റെ ഈഗോ പ്രവർത്തിക്കും. കാരണം കൺസ്ട്രെയിൻ ഓഫ് ദ റിയൽ വേൾഡ്, പ്രാക്ടിക്കൽ ലൈഫിലോട്ട് വരുമ്പോൾ നമുക്കൊന്നും പോസിബിൾ അല്ല എന്ന് മനസ്സിലാക്കി തരും. അപ്പോൾ ഇഡ് അവിടെ നിന്നുകൊണ്ട് അത് ചെയ്യ്, ഇത് ചെയ്യുന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഈഗോ എന്താണ്? അതിനെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല, റിയൽ ലൈഫ് വേൾഡിൽ ഇങ്ങനെയൊന്നും പാടില്ല എന്നുള്ള കാര്യം പറഞ്ഞു തരും. ഓപ്പറേറ്റ് അക്കോർഡിംഗ് ടു ദ റിയാലിറ്റി പ്രിൻസിപ്പിൾ. റിയാലിറ്റി എന്താണോ അതനുസരിച്ചാണ് ഈഗോ പ്രവർത്തിക്കുന്നത്. അപ്പോൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി ഓടാൻ പറ്റത്തില്ലെന്നും ഒരാളുടെ അതിഭയങ്കര ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ അയാളെ എന്താണ് അടിച്ചങ്ങ് കൊന്നുകളയും എന്ന് പറഞ്ഞാലും ഇഡ് പറഞ്ഞാലും ഈഗോ പറയും ഇല്ലില്ല, പറ്റില്ല, ഇവിടെ എന്തുകൊണ്ട് നിയമവ്യവസ്ഥയുണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു തരുന്ന ഒരു സംഗതിയാണ് ഈഗോ. അപ്പോൾ ഈഗോ മനസ്സിലായല്ലോ. അപ്പോൾ ഈഗോയെ നമ്മൾ പറഞ്ഞ അഹം എന്നാണ് മലയാളത്തിൽ പറയുന്നത്. അടുത്തത് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് പറയുമ്പോൾ മോറൽ കമ്പോണൻ്റ് ഓഫ് ദ പേഴ്സണാലിറ്റി. കുറച്ചും കൂടെ ഡെവലപ്പായിട്ട് നമുക്ക് ഒരു സാൻമാർഗിക ആ ഒരു രീതിയിലൊക്കെ പോകുന്ന മൊറാലിറ്റിയൊക്കെ പറഞ്ഞു തരുന്ന ആളാണ് സൂപ്പർ ഈഗോ എന്ന് പറയുന്നതും. അത് തീരെ ചെറിയ പ്രായത്തിലേക്കാണല്ലോ. നമ്മൾ വളർന്നു വരുന്നതനുസരിച്ച് പതുക്കെയാണ് ഡെവലപ്പായി വരുന്നത്. നമുക്ക് ഈ മോറൽസ്, ജഡ്ജ്മെൻറ്റ്സ്, എന്താണ് ശരി എന്താണ് തെറ്റ് എന്നൊക്കെ മനസ്സിലാക്കി തരുന്ന കുറച്ചും കൂടി ഒരു ഹയർ ലെവലിലോട്ട് പോകുന്ന ഒരു പാർട്ടാണ് എന്ത്? സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ആൾ ദ മോറൽ സ്റ്റാൻഡേർഡ്സ്. നമ്മൾ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ മോറൽ സ്റ്റാൻഡേർഡ്സ് പലതും ഫോളോ ചെയ്ത് പോകേണ്ടി. അപ്പോൾ അതുമായിട്ട് കണക്റ്റ് ആയിട്ടുള്ള സംഗതിയാണ് എന്ത്? ഈ ഒരു സൂപ്പർ ഈഗോ എന്ന് പറയുന്നത്. എന്താണ് മലയാളത്തിൽ? അദ്ദേഹം എന്ന് പറയും. അപ്പോൾ ഈ ഇഡും ഈഗോയും സൂപ്പർ ഈഗോയും ഒന്നും കൂടെ ചേർന്നിട്ടാണ് നമ്മുടെ ഒരു സൈക്കി അല്ലെങ്കിൽ നമ്മുടെ ഒരു പേഴ്സണാലിറ്റി വരുന്നത്. നമുക്ക് ഫ്രോയിഡുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് ടോപ്പിക്സ് വരുന്ന ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്